എയർ വാർഫെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പുതിയ വാർഫെയറിൻ്റെ അകത്ത്. അപ്പം അതിന് ഈ പറയുന്ന വെപ്പൺസും എയർക്രാഫ്റ്റും അതേപോലെ എയർ ടു എയർ വെപ്പൺസും ഒക്കെ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് കരുതി മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതിനകത്ത് മോദിയോ മോദിയുടെ ക്യാബിനറ്റോ പറഞ്ഞാലും യൂസർ എൻഡ് എന്ന് പറയുന്ന എയർഫോഴ്സാണ് അവർ തള്ളിക്കളയും. കാരണം അവരല്ല ഇത് ചെയ്യുന്നത്, അവരല്ല ഇത് ഉപയോഗിക്കുന്നത്. കാരണം അവർക്കിത് കൃത്യമായിട്ട് പിടികിട്ടി. ഓപ്പറേഷൻ സിന്ദൂർ ഒരു പ്രശ്നം തന്നെയായിരുന്നു. അവർ തന്നെയാണ് ഇത് തള്ളിക്കളഞ്ഞ്. അതായത് S-57 ഇന്ത്യ വാങ്ങില്ല. ഞാൻ ഓർത്ത് ഇന്ത്യൻ്റെ ലെറ്റർ ചിലപ്പോൾ റഷ്യ സൂചിപ്പിക്കാൻ വേണ്ടി സൈൻ ചെയ്യും, അതുപോലും ചെയ്തില്ല. ഇപ്പം അറിയാൻ കഴിയുന്നത് F-35 ഇന്ത്യ സെക്കൻഡ് സ്റ്റേജിലോട്ടും തേർഡ് സ്റ്റേജിലോട്ടും ഡിസ്കഷൻ പോയി അമേരിക്കയായിട്ട് വാങ്ങാൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കി. കാരണം നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത് ചൈനയുമായിട്ട്. ചൈനീസ് എയർക്രാഫ്റ്റ് ഓർ J-10 J-17 എന്നൊക്കെ പറയുന്നത് ഭയങ്കര സുപ്പീരിയറായി മാറി. ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിച്ചത് അവരുടെ എയർ ടു എയർ മിസൈല് ഏകദേശം 300-400 കിലോമീറ്ററാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇന്ത്യയുടെ കാൽക്കുലേഷൻ 125-128 കിലോമീറ്റർ. ഇന്ത്യക്ക് അത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ആ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നീട് ഇപ്പോഴറിയാൻ സാധിച്ചു, ഡേറ്റകളൊക്കെ ഓരോന്നായിട്ട് പുറത്തു വരുന്നു. ഇന്ത്യയിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയുമായിട്ട് ഡിഫൻസിന്റെ ടൈ, അതായത് വർക്ക്ഷോപ്പ് മാത്രമേ ഇവിടെ ഉണ്ടാക്കത്തുള്ളൂ. T-90 ടാങ്കിന്റെ സ്പെയർ പാർട്സ് റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കും. സുക്കോയ് 30MK അതിൻ്റെ സ്പെയർ പാർട്സ് റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കും. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കുക അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. അതാണ് മെയിനായിട്ട് സൈൻ ചെയ്തത്. ഡിഫൻസിൽ ഒരു എക്യുപ്മെൻസും റഷ്യയുടെ വാങ്ങാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഭയന്നിരിക്കുവാണ് ബേസിക്കലി. ഒന്നാമത് ഓപ്പറേഷൻ സിന്ദൂർ, രണ്ടാമത് ഏകദേശം പുതിയ കണക്കുകൾ വരുന്ന 42% ഉള്ളൂ ഇപ്പോൾ റഷ്യൻ ഹാർഡ്വെയർ. ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ഒരു 59-56 ആയിരുന്നു, അതുമില്ല. ഇപ്പം ഇന്ത്യ ഉപയോഗിക്കുന്ന 42% മാത്രമേ ഉള്ളൂ റഷ്യൻ ഹാർഡ്വെയർ. അത് ഗ്രാജുവലായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി. കാരണം എന്താ, ഇന്ത്യ നാറ്റോയുടെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.